അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലും മിഡിൽ ഈസ്റ്റിലെ യുദ്ധമുഖത്തും ഒരേ സമയം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പ്രതിരോധത്തിലാക്കുന്ന രണ്ട് പ്രധാന സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സ്വന്തം നാട്ടിൽ US സെനറ്റിൽ നിന്നുള്ള രാഷ്ട്രീയ തിരിച്ചടിയും മറുഭാഗത്ത് ഇറാന്റെ പരമാധികാരിയിൽ നിന്നുള്ള ശക്തമായ ആണവ നിലപാടും ട്രംപിന്റെ നയതന്ത്ര നീക്കങ്ങളുടെ താളം തെറ്റിക്കുന്ന രീതിയിലാണ് മാറിയിരിക്കുന്നത്. ഈ രണ്ട് നിർണായക ഘടകങ്ങൾ നിലവിലെ സമാധാന ചർച്ചകളെ എങ്ങനെ ബാധിക്കുമെന്നാണ് ഇപ്പോൾ ആഗോള സമൂഹം ഉറ്റുനോക്കുന്നത്. അമേരിക്കൻ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വലിയൊരു അട്ടിമറിക്കാണ് US സെനറ്റ് സാക്ഷ്യം വഹിച്ചത്. ഇറാന് മേലുള്ള ട്രംപിന്റെ ഏകപക്ഷീയമായ സൈനിക നടപടികൾക്ക് തടയിടാൻ ലക്ഷ്യമിട്ടുള്ള വാർ പവേഴ്സ് പ്രമേയം സെനറ്റിൽ പാസ്സായിരിക്കുകയാണ്. കേവലം 3 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ, അതായത് 50 മുതൽ 47 എന്ന നിലയിലാണ് പ്രമേയം ഡെമോക്രാറ്റുകൾ അനുകൂലമാക്കിയെടുത്തത്. കേവലം 3 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ, അതായത് 15-47 എന്ന നിലയിലാണ് പ്രമേയം ഡെമോക്രാറ്റുകൾ അനുകൂലമാക്കിയെടുത്തത്. ഇത് ട്രംപിന്റെ സ്വന്തം റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഭൂരിപക്ഷമുള്ള സെനറ്റിൽ സംഭവിച്ചു എന്നത് ട്രംപിന്റെ രാഷ്ട്രീയ മേധാവിത്വത്തിനേറ്റ വലിയൊരു പ്രഹരമാണ്. ഭരണകക്ഷിയിൽപ്പെട്ട 4 പ്രമുഖ റിപ്പബ്ലിക്കൻ സെനറ്റർമാർ പാർട്ടി നിലപാട് മറികടന്ന് ഡെമോക്രാറ്റുകൾക്കൊപ്പം പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തു എന്നതാണ് ട്രംപിനെ ഞെട്ടിച്ച വസ്തുത. സൂസൻ കോളിൻസ്, ലിസ മൂർക്കോവ്സ്കി, റാൻസ് പോൾ, ബിൽ കാസിഡി എന്നിവരാണ് ട്രംപിന്റെ യുദ്ധാധികാരങ്ങൾക്ക് കടിഞ്ഞാനിടാൻ പ്രതിപക്ഷത്തിനൊപ്പം നിന്നത്. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ കോൺഗ്രസിന്റെ ഇരു സഭകളുടെയും അനുമതിയില്ലാതെ ഇറാന് നേരെ പുതിയ സൈനിക നീക്കങ്ങൾ നടത്താൻ ട്രംപിന് നിയമപരമായി കടുത്ത തടസ്സങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഈ വോട്ടെടുപ്പ് തെളിയിക്കുന്നു. സെനറ്റിൽ പ്രമേയം പാസ്സായെങ്കിലും പ്രതിനിധി സഭയിൽ ഇതിന് സമാനമായ തടസ്സങ്ങൾ മറികടക്കേണ്ടതുണ്ട്. മാത്രമല്ല, കടുത്ത യുദ്ധവിരുദ്ധ പ്രമേയങ്ങളെ എക്കാലത്തും വീറ്റോ അധികാരം ഉപയോഗിച്ച് റദ്ദാക്കുന്ന ശൈലിയാണ് ട്രംപിന്റേത്. എങ്കിലും ഈ വോട്ടെടുപ്പ് ഫലം നൽകുന്ന കൃത്യമായ രാഷ്ട്രീയ സന്ദേശം ട്രംപിന് അവഗണിക്കാനാകില്ല. അമേരിക്കയിൽ ആഭ്യന്തര കലഹം രൂക്ഷമാകുന്ന ഇതേ സമയത്താണ് ഇറാന്റെ ഭാഗത്തു നിന്ന് കൂടുതൽ കടുത്ത നയതന്ത്ര വെല്ലുവിളി ഉയർന്നത്. ഇറാന്റെ സുപ്രീം ലീഡർ അയത്തുള്ള മൊജ്തബ ഖമേനി തങ്ങളുടെ പക്കലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം ഒരു കാരണവശാലും രാജ്യത്തിന് പുറത്തേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കില്ലെന്ന് വ്യക്തമാക്കിയതായി അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാൻ ഇസ്രയേൽ യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കയും ഇസ്രയേലും മുന്നോട്ട് വെക്കുന്ന സമാധാന കരാറിന്റെ പ്രധാന വ്യവസ്ഥ ഇറാന്റെ കൈവശമുള്ള ആയുധ നിലവാരത്തിലുള്ള യുറേനിയം ശേഖരം രാജ്യാന്തര മേൽനോട്ടത്തിൽ പുറത്തേക്ക് മാറ്റുക എന്നതാണ്. ഇറാന്റെ പക്കൽ ഏകദേശം 400 കിലോഗ്രാമിലധികം ഉയർന്ന തോതിൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉണ്ടെന്നാണ് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി കണക്കാക്കുന്നത്. സുപ്രീം ലീഡറുടെ ഈ അന്ത്യശാസനം ഇറാൻ ഭരണകൂടത്തിന്റെ ആത്മവിശ്വാസത്തെയാണ് കാണിക്കുന്നത്. യുറേനിയം ശേഖരം പുറം രാജ്യങ്ങൾക്ക് കൈമാറിയാൽ തങ്ങൾ വീണ്ടും അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ആക്രമണങ്ങൾക്ക് ഇരയാകുമെന്ന ഭയം ഇറാനിലെ സൈനിക നേതൃത്വത്തിനുണ്ട്. ഈ രണ്ട് സുപ്രധാന സംഭവ വികാസങ്ങളും നിലവിൽ നടക്കുന്ന സമാധാന ചർച്ചകളിൽ ട്രംപിനെ എങ്ങനെ ബാധിക്കുമെന്നാണ് പ്രമുഖ മാധ്യമ പ്രവർത്തകനായ റിഫാത്ത് ജാവേദ് വിശകലനം ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ വിലയിരുത്തലുകൾ പ്രകാരം ട്രംപ് ഇപ്പോൾ നയതന്ത്രപരമായി വലിയൊരു കെണിയിലാണ് അകപ്പെട്ടിരിക്കുന്നത്. ഇറാന്റെ മേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തി ഒരു അനുകൂല കരാർ ഒപ്പിടാമെന്ന ട്രംപിന്റെയും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിന്റെയും തന്ത്രങ്ങൾ പരാജയപ്പെടുകയാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. സെനറ്റിലെ തിരിച്ചടി ട്രംപിന്റെ വിലപേശൽ ശക്തിയെ അന്താരാഷ്ട്ര തലത്തിൽ ദുർബലപ്പെടുത്തുമെന്ന് റിഫാത്ത് ജാവേദ് വ്യക്തമാക്കുന്നുണ്ട്. തനിക്കെതിരെ സ്വന്തം നാട്ടിൽ തന്നെ ജനവികാരമുണ്ടെന്ന കാര്യം ചർച്ചകളിൽ ട്രംപിനെ പ്രതിരോധത്തിലാക്കും. അമേരിക്കയ്ക്ക് ഇനി ഒരു നീണ്ട യുദ്ധത്തിന് സാധിക്കില്ലെന്ന് വ്യക്തമായി അറിയാവുന്ന ഇറാൻ ചർച്ചകളിൽ കൂടുതൽ കടുത്ത ആവശ്യങ്ങൾ ഉന്നയിക്കാൻ ഈ ആഭ്യന്തര പ്രതിസന്ധി കാരണമാകും. മറുഭാഗത്ത് യുറേനിയം കയറ്റുമതി ചെയ്യില്ലെന്ന ഇറാന്റെ പ്രഖ്യാപനം നെതന്യാഹു ട്രംപ് സഖ്യത്തിന് മുന്നിലുള്ള വലിയൊരു വെല്ലുവിളിയാണ്. ഇറാന്റെ ആണവ സാന്നിധ്യം പൂർണ്ണമായും ഇല്ലാതാക്കാതെ യുദ്ധം അവസാനിപ്പിച്ചാൽ അത് തങ്ങളുടെ വലിയ പരാജയമായിരിക്കുമെന്നാണ് ഇസ്രയേൽ സൈനിക നേതൃത്വം കരുതുന്നത്. റിഫാത്ത് ജാവേദിന്റെ നിരീക്ഷണത്തിൽ ട്രംപ് മുൻപ് നൽകിയ പല ഉറപ്പുകളും ഇപ്പോൾ പാലിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ഇറാന്റെ ആണവ ശേഖരം പുറത്തെത്തിക്കുമെന്ന് ഇസ്രയേലിന് നൽകിയ ഉറപ്പ് എങ്ങനെ പാലിക്കുമെന്ന് ട്രംപിന് ഇപ്പോൾ വ്യക്തതയില്ല. യുദ്ധം പെട്ടെന്ന് അവസാനിപ്പിക്കാൻ അമേരിക്ക ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അന്തസ്സുള്ള ഒരു പിന്മാറ്റത്തിനുള്ള വഴി ഇറാൻ തുറന്നു നൽകുന്നില്ല എന്നതാണ് ട്രംപിന്റെ പ്രധാന പ്രതിസന്ധി.
ഈ ഘട്ടത്തിൽ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അന്താരാഷ്ട്ര മധ്യസ്ഥർ കഠിനമായി ശ്രമിക്കുന്നുണ്ട്. യുറേനിയം പുറത്തേക്ക് മാറ്റുന്നതിനു പകരം IAEAയുടെ നേതൃത്വത്തിൽ മേൽനോട്ടത്തിൽ അതിന്റെ സാന്ദ്രത കുറയ്ക്കുക പോലുള്ള ബദൽ മാർഗങ്ങൾ ചില കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ടെങ്കിലും ഔദ്യോഗിക സ്ഥിരീകരണമില്ല. ഇറാന് മേൽ പൂർണ്ണമായ സുരക്ഷാ ഗ്യാരണ്ടിയും ഉപരോധങ്ങളിൽ നിന്നുള്ള മോചനവും ലഭിക്കാതെ അവർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവില്ല. അമേരിക്കൻ ഭരണകൂടത്തിലെ ആഭ്യന്തര ഭിന്നതകളും ഇറാന്റെ കടും പിടുത്തവും മിഡിൽ ഈസ്റ്റിനെ വീണ്ടും അനിശ്ചിതത്വത്തിന്റെ നിഴലിലാക്കുകയാണ്. ട്രംപിന് തന്റെ നയങ്ങൾ നടപ്പിലാക്കാൻ സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും പിന്തുണ നഷ്ടപ്പെടുന്നു എന്ന യാഥാർത്ഥ്യം വരും ദിവസങ്ങളിൽ US വിദേശ നയങ്ങളിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായേക്കാം. സൈനിക ബലപ്രയോഗത്തിലൂടെ മാത്രം ഇറാനെ കീഴ്പ്പെടുത്താമെന്ന ചിന്ത മാറ്റിവെക്കാൻ ട്രംപ് നിർബന്ധിതനാകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്.